അനുശ്രീ അനുശ്രീയായിട്ട് അനശ്വരാന്നാ കേട്ടെ ഞാൻ പുതിയതാണല്ലോ അനുശ്രീയായിട്ട് ഞാൻ കേട്ടായിരുന്നു. ഇവരെവിടെയോ ഒരു ഇതിനൊക്കെ പങ്കെടുത്തതിന്റെ പേരിൽ കുറെ റീൽസ് ഒക്കെ കട്ട് ചെയ്തിട്ട് ഇവർ കല്യാണം കഴിക്കാൻ പോവാണ്, അങ്ങനെയുള്ള ട്രോളുകൾ കാണുമ്പോൾ മഹിമയ്ക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ, എന്നുവെച്ചാ അങ്ങനത്തെ റൂമർ വന്നിട്ടില്ലല്ലോ. കല്യാണം കഴിക്കാൻ പോകുന്നൊന്നും ഉണ്ടായിട്ടില്ല. അല്ല, നമ്മുടെ റൂമർ വന്നിട്ടില്ലല്ലോ. കല്യാണം കഴിച്ചൂടെന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ? ആര് എന്നോട് അറിയാൻ ചോദിച്ചാ? എന്നോട് ആഹാ ഞാൻ കമന്റ്സ് വായിക്കാറുണ്ട് കേട്ടോ. കമന്റ്സ് ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ അതിന്റെ താഴെ ഞാൻ കണ്ടിട്ടുണ്ട് ഇവർക്ക് കല്യാണം കഴിച്ചൂടെന്ന് അങ്ങനെ ചോദിക്കുന്നേ. അവരോട് എന്താ മറുപടി പറയാനുള്ള മൈമ? പറഞ്ഞിട്ടില്ല. അല്ല, ഇപ്പൊ ഒരു മറുപടി പറയാൻ പറഞ്ഞാൽ എന്ത് പറയും? കല്യാണം കഴിച്ചൂടെന്ന് ചോദിച്ചാൽ അതിപ്പോ തോന്നണ്ടേ? അല്ല, കല്യാണം ഇപ്പം നമ്മള് രണ്ട് മൂന്ന് ഫോട്ടോ അല്ലെങ്കിൽ 2 വീഡിയോസ് കണ്ടെന്ന് വെച്ചപ്പോ നമുക്ക് കല്യാണം കറക്റ്റ്. അപ്പൊ ആ പേഴ്സണൽ ചോയ്സസ് നമ്മൾ വിട്ടു തന്നിരിക്കുന്നു. കീരവാണിനെ പോലും പാട്ടുപാടി ഞെട്ടിച്ച ഒരാളാണ് മഹിമ നമ്പ്യാർ എന്ന് പറയുന്നത്. അപ്പൊ ഉണ്ണീന്റെ കണ്ണിൽ നോക്കിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് രണ്ടുപേരി പാട്ട് കഴിഞ്ഞാൽ നമ്മൾ ഗെയിമിലോട്ട് കടക്കാൻ പോകുന്നു. 2 വരി കണ്ണിൽ നോക്കിയിട്ട് പാട്ട്, 2 വരി. ആ, കീരവാണിനെ ഞെട്ടിച്ച പാട്ടാവാം, ഏത് പാട്ട് വേണോ ആവാം. എനി പാർട്ട് ഓഫ് ഉണ്ണി ഈസ് ഓൾസോ വെരി ഫൈൻ. വി ആർ ഏത് പാട്ട് പാടണം? ഗുഡ് സോങ് യു സിംഗ്. യാ, ഇങ്ങോട്ട് നോക്കുന്നാലല്ലേ കണ്ണിൽ നോക്കി പാടാൻ പറ്റുമോ? അല്ലെങ്കിൽ ഞാൻ മൂക്കിൽ നോക്കി പാടേണ്ടി വരും. അവിടെയൊക്കെ നോക്കി പാട്ട് പാടും. ക്യാമറ നോക്കി പാട്ട് പാടും. ശരി, ഉണ്ണീനെ നോക്കി പാടണം, എന്നാലേ ആ ജയ് ഗണേഷ് വൈബ് കിട്ടുള്ളൂ. വൈബ്, ജയ് ഗണേഷ് വൈബ്. നിന്നോരോ വാക്കിലും നീളും നോക്കിലും പൂന്തേൻ തുള്ളികൾ നിറയെ പൊഴിയെ എന്തേ ഇങ്ങനെ മായാജാലമോ നിന്നെ തന്നെ ഞാൻ എവിടെ മറന്നോ നിറമായി നിഴലായി നീല്ലേ എന്നാളും. പക്ഷെ ഉണ്ണി എന്നാ ഉണ്ണി കണ്ണി നോക്കാത്ത മഹിമയുടെ? അത് ഞാൻ ഇല്ലാത്ത പാട്ടായതുകൊണ്ട് എനിക്ക് ഭയങ്കര എന്തോ പോലെ. ഞാൻ ആക്ച്വലി സിനിമയിൽ അഭിനയിക്കുകയാണെങ്കിൽ എനിക്ക് ഇതൊക്കെ ഓക്കെയാണ്. ഇപ്പൊ പണ്ടത്തെക്കാളും കുറച്ചും കൂടി better. ഉള്ള പാട്ട് ഞാൻ ശരി, ഉള്ള പാട്ട് പാടിക്കോ. ഞാനത് പാടുവരാം. അതെ. നമ്മുടെ ഏത് പാട്ടാ? ഒരു പാടുവാൻ നിന്നെ കുറിച്ചുള്ള ഒരു പാട്ടു മാത്രമെൻ ചുണ്ടിൽ മതി. ഒരു പാടു വേണ്ടെനിക്കൊരു നാളും എന്നെ ഒരു നാളില്ല എന്നൊരു വാക്കു. എനിക്കറിയില്ല, അതാ എനിക്ക് ഭയങ്കര ഓക്വേർഡാ. ഈ സീ ദ ക്യാമറ ഈസ് റോളിംഗ്, ഇറ്റ്സ് ഓൾ ഗുഡ്. ഇതാണ് നമ്മൾ പറയുന്നത് പ്രണയിച്ചു തുടങ്ങണം എന്ന്. അപ്പൊ നമ്മൾ കണ്ണി നോക്കി ഇരിക്കേണ്ടി വരും. മെഴുകുതിരി വെട്ടത്തില് അരണ്ട വെളിച്ചത്തെ നമ്മൾ ഇരിക്കേണ്ടി വരും. എല്ലാവരും ഒരേപോലെ പ്രണയിക്കണം എന്നൊന്നും വാശി പിടിക്കാൻ പാടില്ല. ഓരോരുത്തർക്ക് വേറെ രീതിയാണ്. ഇവിടെ ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇറ്റ്സ് ഗുഡ്. പക്ഷെ നമുക്ക് ഇഷ്ടം അല്ലേ മഹിമ അങ്ങനെയൊക്കെ? അങ്ങനെ ഇഷ്ടം ആയതുകൊണ്ടൊന്നല്ലേ എനിക്ക് വലിയ ഓക്കെ. നല്ലൊരു ചെറിയൊരു നാണം ഉണ്ടായിരുന്നു കേട്ടോ ഉണ്ണിക്ക്. ഇറ്റ്സ് ഓക്വേർഡ് ഇങ്ങനെ പെട്ടെന്ന് വന്നിട്ട് പാട്ട് പാടുമ്പോ. അല്ല, ഞാൻ പൊതുവെ നന്നായി സംസാരിക്കുവേ, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല കേട്ടോ.